ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ടതായി ഈ പ്രഭാതത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം നമ്മൾ ഹല്ലേലൂയ ചിലരുടെ തീരുമാനം രൂത്തിനെ കുറിച്ച് നമ്മൾ കേൾക്കുവാനിടയായി. ഇന്ന് ഹല്ലേലൂയ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നിന്ന് ദൈവത്തിന് സ്തോത്രം 3 ബാലന്മാരുടെ തീരുമാനം ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ അല്പസമയം ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും സുഖത്തോട് ക്ഷേമത്തോട് സന്തോഷത്തോടെ ആയിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ, ഉയർത്തട്ടെ. ദൈവത്തിന് സ്തോത്രം. ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 16 മുതൽ വായിക്കുമ്പോൾ ശദ്രക് മേശക് അബേദ്നെഗോവും രാജാവിനോട്, നെബൂഖദ്നേസരേ, ഈ കാര്യത്തിൽ ഉത്തരം പറയുവാൻ ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കയില്ല. രാജാവ് നിർത്തിയ ഹല്ലേലൂയ സ്വർണ്ണ ബിംബത്തെ നമസ്കരിക്കയില്ല എന്നറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമ്മൾ കാണുന്ന 3 ബാലന്മാരുടെ തീരുമാനം. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഉറച്ച തീരുമാനം. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം ഇതിൻ്റെ ദൈവത്തിന് സ്തോത്രം 3-ാം അധ്യായം 1 മുതലൊക്കെ വായിക്കുമ്പോൾ രാജാവ് പൊന്നുകൊണ്ട് ഒരു ബിംബം ഉണ്ടാക്കി. അതിൻ്റെ ഉയരം 60 മുഴവും വണ്ണം 6 മുഴവുമായിരുന്നു. ഞാൻ പശ്ചാത്തലത്തിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. പ്രവാസത്തിൽ പിടിച്ചുകൊണ്ട് വന്ന 3 ബാലന്മാരെ, അവരോടൊപ്പം ദാനിയേലും ഉള്ളതായിട്ട് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. പുറകാല ദാനിയേലിൻ്റെ ഹല്ലേലൂയ നമുക്ക് ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ദൈവത്തിന് സ്തോത്രം ഇവരെ എടുത്ത തീരുമാനം, ഇവരെവിടെയായിരിക്കുന്നുവോ അവിടെ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. ഏത് സാഹചര്യത്തിലായിരുന്നാലും ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ ആരാധിക്കുന്നവർ ദൈവത്തെ ആരാധിക്കും. പ്രിയമുള്ളവരെ, അതാ നമ്മളെ ഇവിടെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവരെ മ്ലേച്ഛ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന, മ്ലേച്ഛ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി നമസ്കരിക്കുന്ന രാജ്യത്ത് വന്നപ്പോഴും അവിടെ ദൈവത്തെ ആരാധിക്കുവാൻ ഇവർ 4 പേരും മറന്നുപോയില്ല എന്ന് നമ്മളവിടെ 1-ാം അധ്യായം ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നു. ഇവിടെ പറയുകയാണ് ദൈവത്തിന് സ്തോത്രം. രാജാവ് പൊന്നുകൊണ്ട് ഒരു ബിംബം ഉണ്ടാക്കി. അതിൻ്റെ ഉയരവും നീളവും ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നെബൂഖദ്നേസർ രാജാവ് പ്രധാന ദേശാധിപതിമാരോടും സ്ഥാനാധിപതിമാരോടും ഹല്ലേലൂയ ന്യായാധിപന്മാരോടും എല്ലാം മന്ത്രിമാരോടും നഗരാധിപന്മാരോടും സകല സംസ്ഥാന പാലകന്മാരും നെബൂഖദ്നേസർ രാജാവ് നിർത്തിയ ബിംബത്തിന് പ്രതിഷ്ഠയ്ക്ക് വന്നുകൂടുവാൻ ആളയച്ചു. ദൈവത്തിന് നമുക്കറിയാം ഇത് വരെ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ഇതിൻ്റെ മുൻപിൽ വീണ് നമസ്കരിക്കണമെന്ന് രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. അവിടെ നമ്മളിങ്ങനെയാണ് കാണുന്നത്. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ ഒക്കെ വായിക്കുമ്പോൾ നമ്മളെങ്കിൽ ആരെങ്കിലും വീണ് നമസ്കരിക്കാതിരുന്നാൽ അവനെ ആ നാഴികയിൽ തന്നെ എരിയുന്ന തീച്ചോളിൽ ഇട്ടുകളയും. അതുകൊണ്ട് സകല വംശങ്ങളും കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ മുതലായവ സകലവിധ വാദ്യനാദവും കേട്ടപ്പോൾ സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും വീണ് നെബൂഖദ്നേസർ രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിച്ചു. എന്നാൽ ആ സമയത്ത് ചില കൽദയർ അടുത്തു വന്നു യഹൂദന്മാരെ കുറ്റം ചുമത്തി. അവർ നെബൂഖദ്നേസർ രാജാവിനെ ബോധിപ്പിച്ച്, രാജാവ് ദീർഘായുസ്സോടിരിക്കട്ടെ, രാജാവ് കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുന്ന ഏവനും വീണ് സ്വർണ്ണബിംബത്തെ നമസ്കരിക്കണമെന്നും ആരെങ്കിലും വീണ് നമസ്കരിക്കാതിരുന്നാൽ അവനെ എരിയുന്ന തീച്ചോളിൽ ഇട്ടുകളയണമെന്നും ഒരു തീർപ്പ് കൽപ്പിച്ചുവല്ലോ. എന്നാൽ ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാദികൾക്ക് മേൽ വിചാരകന്മാരായി നിയമിച്ച ശദ്രക് മേശക് അബേദ്നെഗോ എന്ന ചില യഹൂദന്മാരുണ്ടല്ലോ, ഈ പുരുഷന്മാർ രാജാവിനെ കൂട്ടാക്കിയില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇവരെ ദൈവത്തിന് സ്തോത്രം കൽദയരുടെ മേൽ വിചാരകന്മാരായിട്ട് നിയമിച്ചിരിക്കുക. ദൈവത്തിന് സ്തോത്രം. അത്ര മിടുക്കന്മാരായിരുന്ന ബാലന്മാരായിരുന്നു എന്ന് ദൈവജനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ രാജാവ് പറഞ്ഞ ഈ കാര്യത്തിൽ അവർ ഹല്ലേലൂയ അത് ചെയ്യുവാൻ അവർ കൂട്ടാക്കുന്നില്ല. എന്നിട്ട് രാജാവിൻ്റെ കോപം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നെബൂഖദ്നേസർ ഉഗ്ര കോപവും ക്രോധവും പൂണ്ട് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവർ ആ പുരുഷന്മാരെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് രാജാവ് അവരോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നു. അതിനുള്ള മറുപടിയാണ് അവരിവിടെ പറഞ്ഞത്, നമ്മൾ വായിച്ചത്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയാണ് അവർ മറുപടി പറയുന്നത്. ഹല്ലേലൂയ. നെബൂഖദ്നേസരേ, ഈ കാര്യത്തിൽ ഉത്തരം പറയുവാൻ ആവശ്യമില്ല. എന്താ? നിങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുന്നുവെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിട്ടു. അതാ തീരുമാനം. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ സേവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുന്നുവെങ്കിൽ വിടുവിക്കട്ടെ. ഇല്ലെങ്കിലും ഞങ്ങൾ രാജാവ് നിർത്തിയ ബിംബത്തെ നമസ്കരിക്കത്തില്ല.
എത്ര ദൃഢമായ തീരുമാനമാണ് പ്രിയമുള്ളവരെ. നമ്മൾ ഇന്ന് കാലഘട്ടം നോക്കുമ്പോൾ ക്രിസ്ത്യൻസിന് വളരെ പീഡകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഏറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ തീരുമാനം എപ്രകാരമാണ്? ദൈവത്തിന് ദൈവസന്നിധി നമ്മുടെ തീരുമാനം ഉറച്ചതായിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ചന്ദ്രക്ക് മേശക്ക് അബദ്രക്ക് പറയുക, ദൈവത്തിന് സ്തോത്രം, ഞങ്ങൾ മരിച്ചാൽ മരിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ തീരുമാനം അതാ. ദൈവത്തിന് സ്തോത്രം. ദൈവം മുൻപാകെ പ്രിയമുള്ളവർ, ഇന്ന് രാവിലെ എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കുവാനുള്ളത്, നമ്മുടെ തീരുമാനം എപ്രകാരമാണ് ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ. പ്രതിഷ്ഠനങ്ങളും പ്രതികൂലങ്ങളും പരാജയങ്ങളും ജീവിതത്തിൽ കടന്നു വന്നാലും നമ്മുടെ തീരുമാനത്തിന് മാറ്റം വരുത്തരുത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവം നമ്മളെ വിടുവിപ്പാൻ ശക്തനെന്ന് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ഈ വചനത്തിന് മുമ്പാകെ പറയുക. ഇന്ന് അവർ പറയുക, ദൈവം തീച്ചൂളയിൽ നിന്ന് രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്നറിഞ്ഞാലും ഉത്തരം പറയും. ഞങ്ങളെ വിടിവിച്ചില്ലെങ്കിലും വിടിവിച്ചാലും ഞങ്ങൾ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല. അതാ തീരുമാനം. എന്നിട്ട് നമുക്കറിയാം അവിടെ പിന്നെ എന്താ സംഭവിച്ചത്. രാജാവിന് കോപം മുഴുത്തുന്ന ചന്ദ്രക്കിനെയും മേശക്കിനെയും അമദ്രകൻ്റെ നേരെ മുഖഭാവം മാറി. ചൂള പതിവായി ചൂട് പിടിപ്പിച്ചതിൽ 7 മടങ്ങ് ചൂട് പിടിപ്പിക്കാൻ കൽപ്പിച്ചു. അപ്പോൾ 7 മടങ്ങ് ചൂട് പിടിപ്പിക്കാൻ കൽപ്പിച്ചു. അതുപോലെ ആ ചൂള ചൂട് പിടിപ്പിച്ചു എന്ന ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ തൻ്റെ സൈന്യത്തിൻ്റെ മഹാബലവാന്മാരെ ചില പുരുഷന്മാരുടെ മോരോട് ചന്ദ്രക്കിനെ മേശക്കിനെ അമദ്രവിനെ ബന്ധിച്ച് എരിയുന്ന തീച്ചുളരിടുവായിട്ട് കളയുവാൻ കൽപ്പിച്ചു. അങ്ങനെ അവർ ആ അവരുടെ കൽച്ചട്ട, കുപ്പായം, മേലട മുതലായ വസ്ത്രങ്ങളോടുകൂടെ ബന്ധിച്ച് എരിയുന്ന തീച്ചുളയിലിട്ട് കളഞ്ഞു. ചൂള അത്യന്തം ചൂടായിരിക്കുക കൊണ്ട് ചന്ദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും എടുത്തുകൊണ്ടുപോയ പുരുഷന്മാർ അഗ്നിജാല ദഹിപ്പിച്ചു കളഞ്ഞെന്ന്. എന്തുവാ പ്രിയമുള്ളവരെ ഇവിടെ വായിച്ചാൽ നമ്മൾ കാണുന്നത്? എന്തുവാ? ഇവരെ തീക്കകത്തിട്ട് കളയുവാൻ കൊണ്ടുപോയ ആ പുരുഷന്മാരെ തീയുടെ അടുത്ത് ചെന്നപ്പോഴേക്കും കാലിൽ അഗ്നിജാല അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ ആ തീയുടെ ചൂടിൻ്റെ ശക്തി ഒന്ന് ചിന്തിച്ച് നോക്ക്. ഹല്ലേലൂയ. എന്നിട്ട് ഇവരെ 3 പേരെയും കൂടെ തീക്കകത്തേക്ക് എടുത്തിട്ടു. എന്നിട്ട് ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നെബൂഖദ്നേസർ രാജാവ് പ്രേമിച്ച് വേഗത്തിൽ എഴുന്നേറ്റ് മന്ത്രിമാരോട്, നാം 3 പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ച് തീയിലിട്ടത് എന്ന് ചോദിച്ചു. അവർ സത്യം തന്നെ രാജാവ് എന്ന് രാജാവിനോട് ഉണർത്തിച്ചു. അതിനെ അവൻ 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ കൂടി നടക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി നോക്കിക്കോണമേ പ്രിയമുള്ളവരെ. അവരുടെ തീരുമാനത്തിന് മുമ്പിൽ ആ തീച്ചുളയിൽ ഇറങ്ങി വന്ന കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് ഈ രാവിലെ സമയം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങളുടെ തീരുമാനത്തിന് മുമ്പിൽ നിങ്ങൾ ഉറച്ചു നിന്നാൽ ഏത് പ്രതികൂലത്തിൻ്റെയും പ്രശ്നത്തിൻ്റെയും നടുവിൽ ഇറങ്ങി വന്ന് വിടിവിപ്പാൻ നമ്മുടെ തമ്പുരാൻ ശക്തനാണ്. ദൈവത്തിന് സ്തോത്രം. ആ കർത്താവിനെ പ്രിയമുള്ളവരെ നമ്മൾ ആരാധിക്കുന്നത് അവരുടെ തീരുമാനത്തിന് മുമ്പിൽ അവർ ഉറച്ചു നിന്നതുകൊണ്ട് എരിയുന്ന തീച്ചൂളയ്ക്കകത്ത് 4മനായി ഇറങ്ങി വന്ന് ദൈവത്തിന് സ്തോത്രം അവരെ വെടിവെച്ചുവെന്ന് ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് ആ വെള്ളത്തിൽ കൂടി കടന്നാൽ നീ ഹല്ലേലൂയ നീ ദൈവത്തിന് മുങ്ങിപ്പോകത്തില്ല, തീയിൽ കൂടി നടന്നാൽ നീ വെന്തു പോകത്തില്ലെന്ന് യെശയ്യാ പ്രവാചകൻ അതുകൊണ്ടാണ് വിളിച്ചു പറയുന്നത്. ദൈവത്തിന് എന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, അതിനെ അവൻ 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു, അവർക്കൊരു കേടും തട്ടിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പദ്ധതി എത്ര വലുതാ പ്രിയമുള്ളവരെ. നമ്മുടെ തീരുമാനത്തിന് മുമ്പിൽ നമ്മളെ പ്രകാരമായിരിക്കുന്നു. ചന്ദ്രക്ക് മേശക്ക് എടുത്ത തീരുമാനത്തിന് മുമ്പിൽ അവരെ തീച്ചൂളയിൽ ഇട്ട് കളഞ്ഞിട്ടും ആ തീച്ചൂളയ്ക്കടെ അകത്ത് ഇറങ്ങി വന്നവരെ വെടിയിപ്പാൻ നമ്മുടെ ദൈവം ശക്തനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ തീരുമാനത്തിന് മുമ്പിൽ നമ്മൾ ഉറച്ചു നിന്നാട്ട് ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പരാജയങ്ങൾ ജീവിതത്തിൽ കടന്നു വരും. പതറിപ്പോകരുത്. നമ്മുടെ തീരുമാനം ഉറച്ചതായിരിക്കട്ടെ. തീരുമാനത്തിന് മുമ്പ് ദൈവസന്നിധി ശക്തരായി നിൽപ്പാൻ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. എന്നിട്ട് ഇങ്ങനെയാ എഴുതിക്കാൻ, അവർക്കൊരു കേടും തട്ടിയില്ല. 4മത്തേതൊരു രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 4മത്തെ രൂപം എന്താ? ദൈവപുത്രനോട് ഒത്തിരിക്കുന്നെന്ന്. ദൈവത്തിന് സ്തോത്രം. അത് രാജാവിന് മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പെട്ടെന്ന് ദൈവത്തിന് സ്തോത്രം രാജാവ് കൽപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരെ ചന്ദ്രക്ക് മേശക്ക് അബദ്നെഗോവേ പുറത്ത് വരുവീനെന്ന് രാജാവ് കൽപ്പിച്ചു.
ദൈവത്തിന് സ്തോത്രം. അവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന ഒരു വാക്യം ഇപ്രകാരമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. തീയിൽ നിന്ന് പുറത്തു വന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് അവരെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ പുരുഷന്മാരുടെ ദേഹത്തിന് തീ പിടിക്കാതെയും അവരുടെ തലമുടി കരിയാതെയും കാൽച്ചട്ടയ്ക്ക് കേടുവരാതെയും അവർക്ക് തീയുടെ മണം പോലും ഏറ്റില്ലെന്ന്. ദൈവത്തിൻ്റെ പദ്ധതി എത്ര വലുതാ പ്രിയമുള്ളവരെ. ഇന്ന് രാവിലെ കാലം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ദൈവത്തിൻ്റെ പദ്ധതിക്ക് മുമ്പിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക. തീരുമാനം നമ്മുടെ ഉറച്ചതായിരിക്കട്ടെ. ഏത് പ്രതിസന്ധിയുടെയും പ്രതികൂലത്തിൻ്റെയും മുൻപിൽ നമ്മുടെ തീരുമാനം ഉറച്ചതായിരിക്കണം. എന്നിട്ട് രാജാവോട് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. എന്താണെന്ന്? ദൈവം വാഴ്ത്തപ്പെട്ടവൻ തങ്ങൾ ആശ്രയിക്കുകയും സ്വന്തം ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെയും സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കത്തക്കവണ്ണം രാജകൽപ്പന കൂടെ മറുത്ത് തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തൻ്റെ ദാസന്മാർ അവർ സ്വദൂതനെ അയച്ച് വിടിവിച്ചിരിക്കുന്നുവല്ലോ. ഈ വിധത്തിൽ വെടിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവമില്ലായ്ക കൊണ്ട് ഏത് ജാതിക്കാരാ ദൈവത്തിന് സ്തോത്രം, എല്ലാം വംശക്കാരിലും ഭാഷക്കാരിലും ആരെങ്കിലും ചന്ദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അപദ്രവൻ്റെയും ദൈവത്തിന് സ്തോത്രം അല്ലെങ്കിൽ ദൈവത്തിന് വിരോധമായി എല്ലാ തെറ്റും പറഞ്ഞാൽ അവനെ കഷ്ണം കഷ്ണമായി ദൈവത്തെ ഖണ്ഡിക്കുമെന്ന് ദൈവത്തിന് എന്തോ കൽപ്പനയെ രാജാവ് പുറപ്പെടുവിച്ചത്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവം വെടിവെപ്പാൻ ശക്തൻ. രാജാവിൻ്റെ മുൻപിൽ അത് ഹല്ലേലൂയ കാണിച്ചു കൊടുത്തു. രാജാവിന് ബോധ്യമായപ്പോൾ രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിക്കുക. ആ ദൈവത്തിന് നേരെ ആരെങ്കിലും ശബ്ദിച്ചാൽ അവനെ ഹല്ലേലൂയ കഷ്ണം കഷ്ണമായി അവനെ ഇല്ലാതാക്കി കളയുമെന്ന് ദൈവം പ്രവർത്തിപ്പാൻ ശക്തനാണ്. പ്രിയമുള്ളവരെ, രാവിലെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നമ്മുടെ തീരുമാനം ഉറച്ചത് ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട വചനം ഞങ്ങൾക്ക് തന്നതോട് സ്തോത്രം. ചന്ദ്രക്കും മേശക്കും അഭയത്തിനും തീരുമാനത്തിന് മുമ്പിൽ കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിച്ചതുപോലെ ഇന്ന് രാവിലെ കാലം കർത്താവ് ഞങ്ങളുടെ തീരുമാനത്തിന് മുമ്പിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. കഷ്ടതയുടെയും വേദനയുടെയും രോഗത്തിൻ്റെയും ഭാരത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും നടുവിലായിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം വലിയവ ചെയ്യണമേ. അത്ഭുത പ്രവൃത്തി നടക്കട്ടെ കർത്താവേ. എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് സമർപ്പിക്കുന്ന അടിനെയും താഴ്ത്തുന്നു. അനുഗ്രഹിക്കണം. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.